നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് എന്നത്തെയും പോലെ കുറച്ച് പ്രസക്തിയുള്ള ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മേയർ ആര്യ രാജേന്ദ്രനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ രണ്ടാമതൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ കൊണ്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാം എന്ന് വിചാരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് കാരണം ആയിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ അദ്ദേഹം മേയറുടെ ഭർത്താവായ MLA കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി. അത് ഒരു ആക്ഷേപഹാസ്യ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ രസകരമായ ഒന്നാണ്, അല്ലേ? നമുക്ക് വളരെ ചിരിച്ചുകൊണ്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എപ്പോഴും വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഇത് കണ്ട് നമുക്ക് അതിൽ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം വീഡിയോ ചെയ്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എത്രയോ കാലങ്ങളിൽ പല നേതാക്കന്മാരും പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഓപ്പണായിട്ട് വളരെ മോശമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാലത്തൊന്നും ഒരു കേസോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വാണിങ്ങോ പരസ്യമായോ മാപ്പോ പോലും പലരും പറഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് സത്യം തുറന്നു പറയുന്നവരെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ കേസിൽ ആരാണ് യഥാർത്ഥത്തിലെ പ്രതിയെന്നും ഇതിൽ ആരാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും തങ്ങൾ ചെയ്ത തെറ്റിനെ എങ്ങനെ കറക്റ്റാക്കി കോടതിയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം എന്ന് പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കാര്യത്തെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും പ്രസൻറ്റ് ചെയ്യാം, നെഗറ്റീവായിട്ടും പ്രസൻറ്റ് ചെയ്യാം. അതിലൊരു നെഗറ്റീവ് പ്രസൻറ്റേഷനാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കുറിച്ചുള്ള ഈ കേസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും തന്നെ അറിയാം, മേയർ ആര്യ രാജേന്ദ്രൻ എത്ര പ്രാവശ്യം ഈ മീഡിയകളിലൊക്കെ വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം അവരെ പറ്റി പലതരത്തിലുള്ള വാർത്തകൾ, അവർ ചെയ്ത ശരിയല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നേതാക്കന്മാരെല്ലാം അതിന് എതിരെ ഒരു ആക്ഷൻ എടുക്കാതെ അതെല്ലാം വെളുപ്പിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കും ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയൊക്കെ ഒരുപാടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പോഴും ആ ഐഡിയോളജിയെല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മളെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ ചെയ്യല്ലേ. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റാണെന്ന് തുറന്ന് സമ്മതിക്കുകയും അതിനിപ്പോൾ ഒരു മാപ്പ് പറയുന്നതിൽ അവരുടെ മഹത്വം കൂടുക അല്ലാതെ കുറയാൻ പോകുന്നില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകില്ല. അത് ഏറെ താമസിയാതെ തന്നെ കേരളത്തിലും പ്രതിഫലിക്കും എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അനാവശ്യമായിട്ടുള്ള കേസുകൾ, ഇതൊക്കെ കൊടുത്ത് ജനങ്ങളെ വെറുപ്പിക്കരുത് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ അടുത്തുനിന്ന് ഇങ്ങനെ വരുന്ന കേസുകൾ വരുമ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകണം, അല്ലേ? ഇപ്പോൾ മറ്റൊരു കേസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ഒരു മന്ത്രി നമ്മുടെ ഭരണഘടനയെപ്പറ്റി കുറ്റം പറഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ പോലും അവൈലബിളാണ്, പ്രൂഫ് അവൈലബിളാണ്. എന്നിട്ട് കൂടെ ഒരു കേസ്
വിജിലൻസ് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് അന്വേഷിപ്പിക്കുകയോ ചെയ്തതിന് ശേഷം അതിന് പ്രൂഫില്ല എന്ന് പറഞ്ഞിട്ട് അത് റിജക്റ്റ് ചെയ്യണ്ടായി. ഇത് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എതിരെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ സിസ്റ്റം ഉണ്ടാകേണ്ടത്? നമ്മളെ കൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരേ ഒരു മീഡിയ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് പലരും ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നത്. നമ്മളൊക്കെ മടുത്തു പല കാര്യങ്ങളും കണ്ടിട്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ആകട്ടെ, നമ്മുടെ ചെറിയ ചെറിയ ലോക്കൽ ബോഡി ആകട്ടെ, അവിടെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നേതാക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും വളരെ മോശമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തിരിക്കുന്നത് വളരെ നർമ്മബോധത്തോടെ ഒരു സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ നർമ്മബോധം, ഇങ്ങനെയുള്ള സത്യം വിളിച്ചു പറയാൻ കഴിവുള്ള ആളുകളെ കൂച്ചുവിലങ്ങടങ്ങ ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ പറയാൻ ആരില്ലാതാവും. അതൊരു പ്രശ്നമാണ്. പണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് ഓട്ടംതുള്ളലുണ്ട്, കൂത്തുണ്ട്. ഇതിലേക്ക് എന്താണ് ചെയ്തിരുന്നത്? നമ്മുടെ രാജാക്കന്മാരെ പറ്റി അല്ലെങ്കിൽ ആരാണോ ഭരണം കൈയാളിയിരുന്നത് അവരെ പറ്റി പരസ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു മീഡിയമായിരുന്നു അത്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു മീഡിയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഈ മീഡിയയിലെങ്കിലും ആളുകൾക്ക് ഓപ്പണായിട്ട് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കമൻറ്റ് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വളരെ മോശമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ കേസിലൂടെ വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം, അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കമൻറ്റ് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് വളരെ ചിന്തിച്ച് തന്നെയായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കൊരു ഉറപ്പ് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ കേസിൽ നിന്ന് ഈസി ആയിട്ട് ഊരിപ്പോരും. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അദ്ദേഹത്തെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ വിടില്ല എന്നുള്ള കാര്യം കൂടെ വളരെ ക്ലിയറാണ്. എന്തായാലും നമ്മൾ ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഫാസിസത്തിൻ്റെ നിഴലുകളാണ് ഇവിടെ. നമ്മൾ പറയുന്നത്, നമ്മുടെ പാർട്ടിക്കാർ പറയുന്നത് മാത്രമാണ് ശരി, മറ്റതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.